റിലീജിയസ് സിൻക്രൈറ്റിസം എന്ന് പറയുന്ന സർവ്വമത വിഭാഗങ്ങളുടെയും ആരാധനാലയം എന്ന മട്ടിലേക്ക്, അഥവാ അവർക്ക് കൂടി ആക്സസ് ഉള്ള ആരാധനാലയം എന്ന നിലയിൽ അത് മാറുന്നു എന്ന് പറയുന്ന ഒരു വലിയ പോസിറ്റീവായുള്ള കാര്യമല്ലേ? ഒരു വേൾഡ് പിൽഗ്രിം സെൻ്ററായിട്ട് നമ്മുടെ നാട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടി അത് ചർച്ച ചെയ്ത് പിരിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതുകൊണ്ട് നാളെ രാവിലെ ശബരിമല വികസിക്കുന്നൊന്നുമല്ല. അതിന് കൃത്യമായ പദ്ധതി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ശരിയാണ്, 15 വർഷം മുമ്പ് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പദ്ധതിയെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് വിശദമായി പഠിച്ച് ഒരു പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ 1333.62 കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചിട്ടുണ്ട്. തത്വത്തിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് 778 കോടി രൂപ വിനിയോഗിക്കുക. അതിൽ ഒന്നാം ഘട്ടം 600 കോടി 47 ലക്ഷം രൂപയാണ്. രണ്ടാം ഘട്ടം 2033 പണി അവസാനിക്കണം, 100 കോടി 2 ലക്ഷം രൂപയാണ്. 2039 പണി അവസാനിക്കേണ്ട മൂന്നാമത്തെ ഘട്ടം 77 കോടി 68 ലക്ഷം രൂപയാണ്. വ്യക്തമായി ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇനി ഇത് ഓരോന്നും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഭക്തരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം സ്വീകരിച്ച് അത് സ്വാംശീകരിച്ച് ക്രോഡീകരിച്ച് മെച്ചപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ആർക്കാ തടസ്സം? ഈ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടന്നു പോകുമ്പോൾ ആർക്കാ ബുദ്ധിമുട്ട്? കഴിഞ്ഞ 2 തവണയും ശബരിമല ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ തീർത്ഥാടന കാലം ക്രമീകരിക്കുമ്പോൾ അത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെന്നേ? അതാണ് എനിക്ക് ചോദ്യം. കാര്യങ്ങൾ നന്നായി നടന്നു പോകുമ്പോൾ സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുമെന്നതാണോ ഭയം? അതിന് നമ്മളുടെ കയ്യിൽ മരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.